ഹലോ ഗെയ്സ്, എല്ലാവരും റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം. പൊന്നാരൻ്റെ മാണിക്ക കല്യാണം ഞാൻ തേങ്ങാച്ചോറ് വെക്കാൻ പോവുകയാണ്. അതിന് 2.5 അരി ഇട്ടിട്ടുണ്ട്, 2.5 നായി അരി ഇട്ടിട്ടുണ്ട്. ഇതാ പിന്നെ അരിക്കത്തെ തേങ്ങ ഉണ്ട്, അരിക്കത്തെ അതിൽ ഉലുവയുണ്ട്. ഉലുവ ഇട്ടിട്ടാണ് അരി കഴിക്കുന്നത്. ഇതാ ചെറിയ ഉള്ളി പിന്നെ അരി കുടിക്കലാണ് നമ്മൾ കൊടുക്കുന്നത്. അരി ആദ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഗെയ്സ്, ഇങ്ങനെ എല്ലാവരും ലൈക്കും കമൻറ്റും എല്ലാ സപ്പോർട്ടും തരത്തില്ല മാണിക്ക കല്യാണേ. പൊന്നാരൻ്റെ മക്കളെ, എൻ്റെ ചങ്കുകളെ, അതേപോലെ തേങ്ങ ഉള്ളി ചെറിയ ഉള്ളിയാണ് കിട്ടുന്നുണ്ട്. കുറച്ച് തേങ്ങ നമുക്ക് വേണ്ടുള്ളൂ. ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് 1.5 മുറി തേങ്ങയാണ്. ഇത് കുറച്ചേ നമുക്ക് വേണ്ടുള്ളൂ. ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിക്കാൻ ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ്, ബീഫും കുമ്പളങ്ങിയും തേങ്ങാച്ചോറാണ് ഇവിടെ വെക്കുന്നത്. ഉപ്പ് പാകത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് തന്നു. ഇനി അത് നല്ലോണം നന്നായി തിരുമ്പിൻ്റെ ശേഷമാണ് നമ്മൾ വെള്ളം പകർത്തുന്നത്. നന്നായി നല്ലോണം തിരുമ്പണം. നല്ലോണം ആ തേങ്ങ, ആ ഉലുവി, ആ ഉള്ളി അതിപ്പോൾ നല്ലോണം സെറ്റാണ്. പൊന്നാര മക്കളെ, ചങ്കകളെ ഒന്ന് വെച്ച് നോക്കി. ഇതാണ് ടേസ്റ്റുള്ള തേങ്ങാച്ചോറ്. ഉച്ചക്കലത്തെ സ്പെഷ്യൽ തേങ്ങാച്ചോറാണ്. ഇതാക്കി ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്. വെള്ളം പാർന്നിക്കുകയാണ്. വെള്ളം പാകത്തിന് പാരാൻ പാടുള്ളൂ. അതിന് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നോക്കണം. അപ്പോൾ ആ അളവിനാണ് നമ്മൾ വെള്ളം പാരാൻ പറ്റുള്ളൂ. അപ്പോൾ ലേശം കൂടി വേണ്ടതായിട്ടുണ്ട്. അത് മതി, ഈ വെള്ളം നമുക്ക് പാകുള്ളൂ. ഈ വെള്ളം മാത്രം മതി, ഇത്രയും വെള്ളം പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പിന്നെ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. അതിൽ ലേശം പെരിഞ്ചീരകം പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ലേശം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഫ്ലേവറിന് വേണ്ടി വളങ്ങിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കി കൊടുക്കും. പക്ഷേ അത് ഇട്ടാലേ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല വീണിട്ടുണ്ട്. വെള്ളം പാകമായി. അപ്പോൾ ഞങ്ങൾ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. ഓക്കെ, അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. നമ്മൾ അടുപ്പമേ വെക്കണം, ഗ്യാസൊന്നുമല്ല, അടുപ്പമേയാണ് വെക്കുന്നത്. ഓക്കെ, നമ്മളെ തേങ്ങാച്ചോറ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്ത് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. തേങ്ങാച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കലത്തെ സ്പെഷ്യലാണ് ഗൈസ്. ഇതാ ഞാൻ അവിടെ ഇറച്ചി വെക്കാൻ പോവുകയാണ്. ബീഫ് വെക്കാൻ പോവുകയാണ്. ഇതാ കുക്കറിൽ വേപ്പിൻ്റെ ആ വലിയ മല്ലിച്ചപ്പില്ല, പൊന്നാനി മല്ലിച്ചപ്പ്, അതാണ് ഇട്ടുകൊടുക്കുന്നത്. അത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഇറച്ചി കൊടുക്കുകയാണ്. ഇറച്ചി കൊടുക്കുന്നുണ്ട്. ഇറച്ചി എല്ലും പാടില്ലേ, അതിൻ്റെ രസം കിട്ടാൻ എല്ലുണ്ടെങ്കിലാണ് ഇറച്ചിയുടെ രസം കിട്ടുള്ളൂ. പൊന്നാരം മാറ്റക്കല്യാണം അതിൻ്റെ ചന്തകൾ അങ്ങനെ വെച്ചാൽ തേങ്ങാ ചോറിനെ കൂട്ടി ചാട്ടി പൊടിയാണ്. പിന്നെ അതിലേക്ക് ഇടാൻ പോണത് ഇതാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടാൻ പോണത് ഇതാ തക്കാളി പച്ചമുളക്. പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്നത് വലിയ ഉള്ളി ചെത്തി നൈസായി ചെത്തിയതിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചേ വേണ്ടുള്ളൂ. ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ഇട്ടില്ല, ഇത് വന്നതിന് ശേഷം കുമ്പളങ്ങ വെക്കുള്ളൂ. ഇറച്ചി കുമ്പളങ്ങമാണ് വെക്കുന്നത്. ഞാൻ എനിക്ക് പൊടികൾ ഇട്ട് കൊടുക്കാറുണ്ട്. പൊടികൾ വലിയ പെരിഞ്ചീരകം, അതായത് വലിയ ജീരകം പൊടിച്ചതാ കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കര മസാല ഇട്ട് കൊടുക്കുകയാണ്. കര മസാല പൊടിച്ചത് കൊടുക്കുന്നുണ്ട്. കുറച്ചേ വേണം, കുത്തു കൂടുള്ളൂ, അതാണ്. നമ്മൾ അതിലേക്ക് ഇട്ടെടുക്കാൻ പോകുന്നത് ഒരു 2-3 മണി ഉലുവ, അതിലൊക്കെ രസത്തിനുള്ള ഉലുവ കൊടുക്കുന്നുണ്ട്. ഉലുവ. ഇനി ഇതാ ബീഫ് മസാല കൊടുക്കുന്നുണ്ട്. ബീഫ് മസാല കുറച്ച് മതി, എരി കൂടാൻ വല്ല കുട്ടികളുള്ളതാണ്. 2 സ്പൂൺ ബീഫ് മസാല കൊടുക്കുന്നുണ്ട്. 2.5 സ്പൂൺ ബീഫ് മസാല കൊടുക്കുന്നുണ്ട്. ഇനി എനിക്കിതാ മഞ്ഞപ്പൊടി ഏറാൻ പറ്റില്ല, നല്ല കളറുള്ള മഞ്ഞപ്പൊടി. അപ്പോൾ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, അത് മതി. ഇനി എനിക്ക് മുളക് പൊടി, നല്ല എരിയുള്ള മുളക് പൊടിയാണ്. അപ്പോൾ കുറച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എരി ഉണ്ടാവും. പച്ചമുളക്, കുരുമുളക്, ബീഫ് മസാലയൊക്കെ എരി ഉണ്ടാവും. അപ്പോൾ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, എരി പാടില്ല. ഇനി എനിക്ക് ഇട്ടെടുക്കാൻ പോണത് എന്താ ലേശം പെരിഞ്ചീരകത്തിൻ്റെ മണി. അതൊരു മണം കിട്ടാനാണ്. വേണമെങ്കിൽ കൂട്ടിയാൽ മതി, കൂട്ടണമെന്നില്ല. കൂട്ടിയാൽ ടേസ്റ്റ് കിട്ടും, അതാണ്. ഇനി കുരുമുളകിൻ്റെ പൊടിയൊക്കെ ലേശം എടുക്കണം. കുരുമുളകിൻ്റെ പൊടിയൊക്കെ എരിയുള്ള സാധനമല്ലേ, അപ്പോൾ എരി പൊടി നമ്മൾ ലേശം ഉപ്പ് ഇട്ടിട്ട് കുഴപ്പമില്ല. ഉപ്പ് പാകത്തിന് പാടുള്ളൂ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അത് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കി വെളുത്തുള്ളി വെളിച്ചെണ്ണ പാരണം. നമ്മൾ പച്ച വെപ്പ് പോലെ വാട്ടിയിട്ടല്ല വെക്കുന്നത്. വെളുത്തുള്ളി വെളിച്ചെണ്ണ കുറച്ച് മതി പാകത്തുണ്ട്. ഞങ്ങൾ നന്നായി ഒന്ന് കുഴച്ചാൽ ഇറച്ചിയിൽ കൂടെ ആ മസാലയും ആ ഉള്ളിയും ഒക്കെ ഒന്ന് സെറ്റായി വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് നല്ലോണം അങ്ങനെ തിരുമ്പി കൊടുക്കണം. തിരുമ്പിട്ട് ആ ഉള്ളിനെ അടിയിലേക്കാക്കണം, എന്നാലാണ് അതിൻ്റെ അതിൽ തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ ലേശം വെള്ളം വാരണം. നല്ല കറി ഉണ്ടാവുള്ളൂ ചോറിക്ക്. അങ്ങനെ കറിയിട്ട് വേണ്ടേനു. മസാലയൊക്കെ അങ്ങനെ സെറ്റായി വന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഇറച്ചി കൂടെ ഒക്കെ കുടിച്ചാൽ അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ തിരുമ്പി കലക്കിയിട്ട് ലേശം ചെറിയ ഉള്ളി കൊടുക്കണം.
അതായത് ഞാൻ അതിൽ മാത്രം ഞാൻ ചെറിയ ഉള്ളി കൂടുതലുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും ഇറച്ചിക്ക്. അപ്പോൾ ഞാൻ അവിടെ കുറച്ചെടുക്കുള്ളൂ. അതൊക്കെ സെറ്റായി അതൊക്കെ അങ്ങനെ വെള്ളമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിൽ വെള്ളം പാർന്നിക്കാൻ പോകുകയാണ്. കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട്. നല്ലോണം പൂക്കൊരു നല്ല വേവുള്ള ഇറച്ചിയാൽ തോന്നുന്നുണ്ട് കാണുമ്പോൾ. നല്ലോണം പൂക്കണം. ഈ കുക്കർ അടച്ചേക്കാൻ പോവുകയാണ്. കുക്കർ മൂടി വെക്കാൻ പോവുകയാണ്. കുക്കർ മൂടി വെക്കാനുണ്ട്. അടുപ്പത്ത് ഗ്യാസ് വെക്കാൻ പോവുകയാണ്. ഗ്യാസ് വലക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഗ്യാസുമ്മ വെച്ചെടുക്കുകയാണ്. ഗ്യാസ് വലക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഫിസിലടിച്ച് വരട്ടെ. ഗ്യാസ് ഓണാക്കുകയാണ്. അപ്പോൾ അത് ഫിസിലടിച്ച് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ സാധനം. അങ്ങനെ അടുപ്പത്ത് വെച്ചാൽ ഞാൻ കുമ്പളം കാണാൻ പോവുകയാണ്. ഗ്യാസ് ഒന്നും കുമ്പളം ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലോണം ഒന്ന് വെന്ത് വരണം മക്കളെ. അടിപൊളി കറിയാണ്. ഞാൻ വെള്ളം വല്ലാതെ പറഞ്ഞിട്ടില്ല. അതിന് കുറച്ച് വെള്ളം വന്നിക്കുകയാണ്. പക്ഷെ കറി വേണം. നമ്മുടെ തേങ്ങാച്ചോറ് നല്ല കറി വേണം. കറി വേണ്ടതുണ്ട് ഇവിടെ. അതാണ്. അപ്പോൾ അതിനത് അടച്ച് മൂടി വെക്കാൻ പോവുകയാണ്. മൂടി വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് ഇതായിട്ട് വരണം. അതിലേക്കുള്ള ഉള്ളി അത് തോന്നിക്കാനുള്ള ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഇറച്ചി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫും ഇറച്ചിക്കറി നമ്മുടെ ബീഫാണ് അതിവിടെ ലെവലായിട്ടുണ്ട്. അപ്പോൾ അത് മാങ്ങി വെക്കാൻ പോവുകയാണ്. ഇതാന്ന് നമ്മൾ ഉള്ളിയിട്ട് തോന്നിക്കാം. അടുപ്പത്തുനിന്ന് മാങ്ങാണ്. അടുപ്പത്തുനിന്ന് മാങ്ങി ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഞാൻ കത്തിച്ചിട്ടുണ്ട്. അതിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് നിൽക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടിട്ടുണ്ട്. ഞാനൊന്ന് മൂത്ത് വന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാർന്ന് കൊടുക്കും. മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളെ ബീഫ് കുമ്പളങ്ങ വെച്ചത് അവിടെ ലെവലായി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ആ എണ്ണ കടന്ന് നല്ലോണം മൂക്കട്ടെ. മൂത്ത് വരട്ടെ. നമ്മളെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി മൂപ്പിച്ച് പറഞ്ഞാൽ നമ്മൾ ഉള്ളി തക്കാളി വാട്ടാതല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. പച്ചവപ്പല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉള്ളി തൂമിച്ചിട്ടുള്ളത്. ഇത് 2 കരിവേപ്പില അതിൽ കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ലെവലായിട്ടുണ്ട്. നല്ല വേപ്പിലൊക്കെ നല്ല ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർന്ന് കൊടുക്കുകയാണ്. ഉള്ളി വെച്ചിട്ട് പാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് കറി ലെവലായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അത് മാങ്ങി വെക്കാൻ പോവുകയാണ്. നമ്മൾ പപ്പടം പൊരിക്കുകയാണ്. നമ്മളൊന്ന് മാങ്ങി വെക്കട്ടെ. ഇനി അതാ ഞാൻ പപ്പടം പൊരിക്കുകയാണ് ഗൈസ്. പപ്പടം പൊരിക്കാൻ പോവുകയാണ്. ചട്ടി കത്തിച്ചിട്ടുണ്ട്. ചട്ടിക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മിറ്റിക്കൊക്കെ വരും. ഞാൻ ഓയിലെണ്ണ പാർന്ന് കൊടുക്കുകയാണ്. പപ്പടം പൊരിക്കാനായിട്ടുള്ള ഓയിലെണ്ണ പാർന്ന് കൊടുക്കുകയാണ്. ഇനി പപ്പടം പൊരിക്കാൻ പോവുകയാണ്. പപ്പടം പൊരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിലേക്കാണ് പൊരിച്ചിടുന്നത്. എനിക്ക് പൊരിച്ചിട്ടാണ്. ചട്ടി ഒന്ന് നല്ലോണം കാഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മൾ പപ്പടം പൊരിക്കാം. അപ്പോൾ ചട്ടി കാഞ്ഞ് വരട്ടെ. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളേക്ക് പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. പപ്പടം ഇട്ടാണ് പൊരിച്ചിട്ട് കൊടുക്കുന്നത് പപ്പടം. അപ്പോൾ ചട്ടി ഒന്ന് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പൊട്ടിട്ട് നോക്കി നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ പപ്പടത്തിൻ്റെ വെച്ച ഓയിലെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. പൊരിക്കാൻ പോകുകയാണ്. നല്ല പൊള്ള പപ്പടമാണ്. നല്ല മൂത്ത് വരട്ടെ. ഞാൻ പൊള്ളക്കണ പപ്പടമാണ്. അത് നല്ല പൊള്ളക്കണുണ്ട്. നമ്മളിങ്ങനെ ഞാൻ പപ്പടം പൊരിക്കുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് വാരം ഇരിക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് നോക്കണം. പൊന്നാര മണിക്കക്കല്യാളെ എൻ്റെ ചങ്കളെ ഇതൊക്കെ ഒന്ന് തിന്ന് നോക്കിയാലോ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ടേസ്റ്റ് നല്ലോണം അറിയണമെങ്കിൽ പപ്പടവും ബീഫും കൂട്ടി കുഴച്ച് ഇങ്ങനെ തിന്നാൽ എന്താ അതിൻ്റെ രസം. തേങ്ങാച്ചോറും നല്ല ടേസ്റ്റ് ആയിക്കാരം അതിന്. നമ്മളിതാ അടിപൊളി നല്ല മാങ്ങച്ചാറ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ തേങ്ങാച്ചോറിക്ക് വേണ്ടിയാണ് അച്ചാറ്.
നാരങ്ങച്ചാറുണ്ട്, പക്ഷേ കുട്ടികൾക്ക് തേങ്ങാച്ചോറിലേക്ക് മാങ്ങച്ചാറാണ് ഇഷ്ടം. എന്താ ഇടാൻ പോവുകയാണ്. ഇതാ നല്ല 4 മാങ്ങ ഉണ്ട്, 3 വലുതുണ്ട്, 1 ചെറുതുണ്ട്. ഇതാണ്. അപ്പോൾ നമ്മളൊന്ന് ഇട്ട് വരട്ടെ കേട്ടോ. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി കത്തിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അച്ചാറിടാൻ മാങ്ങച്ചാറിടാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിൽ മാങ്ങാച്ചാർ ഇട്ടാൽ കയറില്ല, എത്ര കാലമാണ് ഇരിക്കും. അപ്പോൾ നല്ലെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. ചട്ടി കാണിച്ചിട്ടുണ്ടായിരിക്കാൻ ശേഷം കടുക് ഇട്ടെടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 മണി ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ കൊടുക്കുന്നുണ്ട്. 3 ഉലുവ ഇട്ടിട്ടുണ്ട്. അതിൽക്കാണ് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാർ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് മൂത്ത് വരട്ടെ. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം മൂത്ത് വരട്ടെ. ഇളക്കി കൊടുക്കാനാണ് മൂത്ത് വരട്ടെ. എല്ലാം ആ നല്ലതിൽ കിടന്ന് നല്ലോണം വെളുത്തുള്ളി, ആ പച്ചമുളകും ഉരുവി കടുക് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മളിതാ കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ആ അച്ചാർ പ്രത്യേക മണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ അത് അതിലേക്ക് നല്ലോണം മൂക്കട്ടെ. നല്ല മൂത്ത് വരട്ടെ. നല്ല മൂത്ത് വന്നതിന് ശേഷം നല്ല മൂത്ത് വരട്ടെ. നല്ലോണം മൂത്താണ്. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാകച്ചാറ് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് സുർക്ക പാർന്ന് കൊടുക്കാൻ പോകുകയാണ്. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം. ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. എനിക്ക് നമ്മൾ സുർക്ക പാർന്നിട്ടുണ്ട്. ഈ സുർക്കൊക്കെ 4 മാങ്ങകളായിരുന്നു. അപ്പോൾ നല്ലോണം മാങ്ങ സുർക്ക പോരാ, കുറച്ചുകൂടി മാങ്ങ. അപ്പോൾ ഇവിടെ എല്ലാം കഴിക്കണം. അപ്പോൾ നമ്മളതിലേക്ക് ഇനി അത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കത്തിക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് മാങ്ങച്ചാറിന് വേണ്ട ഉപ്പാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. 3 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 3.25 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് തിളച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പല്ലാത്തത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുക്കാൻ പോണത് കായം ഉലുവ പൊടിച്ചതും നമ്മളെ കൈക്ക് വേണ്ടതായിട്ടുണ്ട്. ഉലുവ പൊടിച്ചത് 1 സ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി തോനൊന്നും വേണ്ട. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായപ്പൊടി കുറച്ചും കൂടി വേണ്ട. എല്ലാവരും കായം വേണ്ട. കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ നല്ലോണം ഞാൻ എനിക്ക് ലേശം മുളക് പൊടി എടുക്കാൻ പോകുന്നു. മുളക് പൊടി നല്ല എരിയുള്ള മുളക് പൊടിയാണ്. കുറച്ചേ കൂട്ടണുള്ളൂ. ഒരു 3 സ്പൂണേ കൂട്ടണുള്ളൂ. നല്ല എരിയുള്ളതാണ്. 3 സ്പൂൺ കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് ലേശം അച്ചാർ പൊടി കൂട്ടി വരക്കണം. അച്ചാർ പൊടി കുറച്ച് ഇടണം. അപ്പോൾ അതിന് കായപ്പൊടി അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം. അച്ചാർ പൊടി 2 സ്പൂണോളം അത് അങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അച്ചാർ പൊടി നമ്മളെ സുർക്കിയും ആ മുളകൊക്കെ ഒന്ന് കണ്ടു പോകണം. അപ്പോഴാണ് അച്ചാറിൻ്റെ രസം കിട്ടുള്ളൂ. നമ്മളതിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് എരിയല്ലേ ഉണ്ടാവുള്ളൂ. 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒക്കെ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം വെട്ടി തിളച്ച് നല്ല അരി കിടന്ന് തിളച്ച് എന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ രൂപത്തിലായി വരണം. അപ്പോഴാണ് നമ്മളതിൻ്റെ രസം കിട്ടുള്ളൂ. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ എണ്ണ തെളിഞ്ഞ് വരണം. മസാലയിൽ കണ്ടിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അച്ചാറിൻ്റെ ഒക്കെ രസം കിട്ടുള്ളൂ. ഒരു കാലത്തും നമ്മൾ അച്ചാർ കയറന്ന് പോകില്ല. നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാറാണ് ഇടാൻ പോകുന്നത്. അങ്ങനെ എരിവുണ്ടോട്ടെ. പാകത്തിന് ഉപ്പും എരിയും മാത്രമേ ഉള്ളൂ. ആ സുർക്കൽ കിടന്നിട്ട് നമ്മൾ പിന്നെന്താ മുളക് പൊടിയൊക്കെ ഏകദേശം വെന്ത് പറഞ്ഞ് ആറിയിട്ടാണ് ഇതിൽ അച്ചാർ എടുക്കാൻ പോകുന്നത്. ചൂപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊന്ന് കുറുകി വരട്ടെ. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ അതിലൊന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഓഫാക്കാൻ പോവുകയാണ്. മാങ്ങച്ചാർ താറിന് ശേഷമാണ് മാങ്ങച്ചാർ ഇടാൻ പറ്റുള്ളൂ. നല്ല നാറിനല്ലെങ്കിൽ മാങ്ങ അലിഞ്ഞ് പോകുള്ളൂ. കിടന്നിട്ട് അലിഞ്ഞ് പോകും. അപ്പോൾ അത് ഓഫാക്കാൻ പോകും. ഓഫാക്കി ഇനി നേരത്തെ ഞാൻ ശർക്കര വെള്ളം വെക്കണം എന്നറിയില്ല വെച്ചുകൊണ്ട് ഇപ്പോഴാണ് വെക്കുന്നത്. ശർക്കര കത്തിക്കുകയാണ്. അത് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് മാങ്ങ റെഡിയാക്കാം. മാങ്ങ നുറുക്കാൻ പോവുകയാണ്. മാങ്ങ കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ നുറുക്കുന്നത്. നല്ല നനക്കനാക്കിയിട്ടല്ല. ഇത്ര കട്ടിയിലാണ് നുറുക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ കഷ്ണാക്കിയിട്ടാകുമ്പോൾ ആ മാങ്ങ അളിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു ബലം കിട്ടും. കടയിലൊക്കെ ഇതേപോലെ അച്ചാട്ടിട്ട് വെക്കണില്ലേ അന്ന പോലെയാണ് ഞാൻ വെക്കും. പകുതി തോലൊക്കെ നമ്മൾ വാഴുന്നാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല തോരി എത്തി കഴിഞ്ഞാൽ മാങ്ങ ആ രസം പോകും. ഇതേപോലെയാണ് നുറുക്കാം. ഇതേപോലെ ഞാൻ നുറുക്കിയിട്ട് ഇടാൻ പോകുന്നത്. മാങ്ങ ഇതേപോലെ നുറുക്കണം. കുറച്ച് വലുപ്പത്തിൽ നുറുക്കിയിടണം.
കുറച്ച് തോലൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങയുടെ രസം വേറെ കിട്ടും. അങ്ങനെ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ വെള്ളം ഒന്ന് ചൂടാക്കി വരട്ടെ. അപ്പോഴാണ് നമ്മൾ മാങ്ങ മാങ്ങ കുറച്ച് ഇതേപോലെ കഷ്ണമാക്കിയിട്ട് വെട്ടിയിട്ടുണ്ട് നോക്കുന്നു. ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെയുള്ള അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ചാർ ഇനി ഉണ്ടെന്നാണ് മക്കൾ പറഞ്ഞത്. ആ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇതെൻ്റെ പാത്ത് വന്ന് 2 EBT വന്നിട്ടുണ്ട്. മാങ്ങ വേണം വെച്ചപ്പോൾ ഒക്കെ അത് മതി നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2 EBT ആണ് വന്നിക്കുന്നത്. ഇതാ പാത്തിനെ കാണുന്നതിനകത്ത് കുളിച്ച് കൺമശൊക്കെ ഇട്ട് ലെവലായി വന്നിക്കുക അതിൻ്റെ പാത്തു. മാങ്ങണ്ടി അടിച്ചു കൊടുത്താൽ അത് മതി നമുക്ക് പറയണത്. നല്ല മാങ്ങ കൊടുത്തപ്പോൾ വേണ്ട, ഇത് മതി. അപ്പോൾ ഗൈസ് അത് നല്ല മാങ്ങ എടുക്കണ്ടിട്ടില്ല, അത് വേണ്ട. അത് പറഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞു. മാങ്ങ തിന്നു. എൻ്റെ പാത്തുവിന് മാങ്ങ ഇഷ്ടമാണ്. പഴുത്ത മാങ്ങ പച്ച മാങ്ങ ഒക്കെ ഇഷ്ടമാണ്. എൻ്റെ പാത്ത് നല്ലോണം കഴിക്കും. എനിക്ക് ഒരു പാത്രം കൂടി ഒരു പാത്രം ഉണ്ട് വീട്ടിലായിരിക്കും. കാരണം എൻ്റെ മൂത്ത മോനക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ട്. അതുപോലെ ഗൾഫിലാണ്. 2 കുട്ടികളുണ്ട്. ഒരാണും ഒരു പെണ്ണും ഉണ്ട്. അതോടെ നാട്ടിലല്ല, ഞാൻ ഇപ്പം നാട്ടിലാണ്. ഓളും ചെത്തില്ല, അവൾ മാത്രമേ എൻ്റെ ചെത്തുള്ളൂ. അപ്പോൾ ഓക്കെ, എൻ്റെ പാത്തുനെ കണ്ടില്ലേ? എൻ്റെ പാത്തു ഹലോ ഗൈസ് സാറിന്. ഗൈസ് മാങ്ങ തന്നെയാണ് പാത്തു. ഗൈസ് സാറേ സൂപ്പറാണെന്ന് മാങ്ങ സൂപ്പറാണ്. അപ്പോൾ ഓക്കെ മാങ്ങപ്പോൾ പകുതി മുക്കാലും ഇപ്പോൾ കഴിയും. ഇപ്പോൾ തന്നെയാണ് ആയിരുന്നൊരു വയറ് നടക്കും. നല്ല രസമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇതൊരു മരം ഒരു ചെറിയ പുളിയൊന്നും നല്ല പുളിയൊന്നും ഇല്ല ഈ മാങ്ങ. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. മാങ്ങ നല്ല തീറ്റക്കാരത്തിയാണുള്ളേ. നല്ല മാങ്ങ. ചോറ് അത്ര ഇഷ്ടമല്ല, ചോറിനോടൊന്നും അത്ര താല്പര്യമില്ല. അങ്ങനെയാണോ? ചോറൊന്നും കഴിക്കില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ ബേക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ നല്ല കഴിക്കും. എൻ്റെ പാത്തു. അപ്പോൾ ഓക്കെ, പാത്തു വലിയ മാങ്ങ എടുത്തുള്ളത്. ചെറിയ മാങ്ങമ്മന്നൊക്കെ പോയിട്ട് വലിയ മാങ്ങ എടുത്തുക്കണം. ഒന്നും അങ്ങനെ മുറിക്കാത്തത്. അതാണ് എൻ്റെ പാത്തു. ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ തരും, ചിലപ്പോൾ തരില്ല. അങ്ങനെയാണ്. അത് വെച്ചിട്ടുണ്ട് പൊന്തലിൻ്റെ അവൾക്ക്. അച്ചാർ കൂട്ടിമരക്കത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അച്ചാർ മാങ്ങ ഇതിൽ കൊട്ടാൻ പോവുകയാണ്. മാങ്ങ ഇതിൽ കൊട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും പാടില്ല, ഒരു ഈർപ്പ് പോലും മാങ്ങയിൽ പാടില്ല. കഴുകിയിട്ട് നല്ലോണം തൊപ്പി തുടച്ച് എടുക്കണം. അപ്പോഴാണ് ആ മാങ്ങച്ചാർ കേട് വരാതെ ഇരിക്കുള്ളൂ. കാരണം ചോക്കാണ് മാങ്ങച്ചാർ. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് ഇഞ്ഞും കാട്ടി മാങ്ങ കുട്ടികൾ പറഞ്ഞവർക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊള്ളും. എല്ലാവരും ഇത് കണ്ടിട്ട് അങ്ങനെ അച്ചാർ ചോദിക്കുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തെയാണ് പോലെ അച്ചാറിടുക. അങ്ങനെ നല്ല അച്ചാർ ഇതൊന്ന് കണ്ട് മയങ്ങി വരണം. അപ്പോഴാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റിലാണ് കുപ്പിയിലേക്കാക്കാൻ പറ്റുള്ളൂ. ഇതിൽ വെക്കാൻ പാടില്ല. അലിഞ്ഞ പാത്രമാണ്. സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അലിഞ്ഞ പാത്രം തിരുമ്പൊടിച്ചു. സ്റ്റീലിൻ്റെ ചെമ്പട്ടിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. നാളെയാണ് ഈ അച്ചാർ കുപ്പിയിലേക്കാക്കാൻ പറ്റുള്ളൂ. ഇന്നൊരു ദിവസം ഫുള്ള് ഇവിടെ ഇരിക്കണം. അപ്പോൾ ഓക്കെ, പയറുപ്പേരിയും വെക്കാൻ പോകുന്നുണ്ട്. പയറുപ്പേരി വെച്ചിട്ടില്ല, ഞാൻ കഷ്ണം വെട്ടി വെച്ചിട്ടുള്ളൂ. അതിന് വെക്കണം അടുത്തത്. ഞാൻ പയറുപ്പേരി കൂട്ടി തൂമിക്കാൻ പോവുകയാണ്. അതിലേക്കിടെ വെളിച്ചെണ്ണ പാർന്നെടുക്കുന്നുണ്ട്. തുള്ളി വെളിച്ചെണ്ണ മതി, അല്ലാതെ എണ്ണവർക്ക് ആർക്കും പറ്റൂല. അപ്പോൾ അത് പാർന്നെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. ഞാൻ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. നന്നായി ഒന്ന് മൂത്തിട്ട് ആ ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകൊക്കെ ഇട്ടുകൊള്ളു. അപ്പോൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പയർ ഇട്ടിട്ടാണ് പയറൊന്ന് വെന്തപ്പോൾ പയർ വെന്തപ്പോൾ ഞാനൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഒന്ന് മൂത്തിട്ട് വരട്ടെ. ഞാനൊരു ഓറഞ്ച് ഇട്ടിട്ടുണ്ട്, അന്ന് കഴിക്കാൻ പോവുകയാണ്. ഓറഞ്ച് ഇട്ടിട്ടുണ്ട്, അന്ന് കഴിക്കാൻ പോവുകയാണ്. വിശപ്പ്, ഭയങ്കര വിശപ്പ്. അപ്പോൾ ഓറഞ്ച് തിന്നാൽ രണ്ടിൻ്റെ കാര്യം എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓറഞ്ച് ഒന്ന് കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ്, എല്ലാം മധുരമുള്ള ഓറഞ്ചാണ്. സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാം. ചങ്കരൻ ഇതൊന്ന് മൂത്ത് വെക്കാം. ഇപ്പോഴത്തെ മൂത്ത് വന്നിട്ടുള്ളൂ, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഞാൻ കൂട്ടി പഴങ്ങളിൽ പൊട്ടി ഉപ്പേരി. അതാണ് ഉപ്പേരി. നല്ല പച്ചപ്പയർ, നാടൻ പയർ. നാടൻ പയർ കൂട്ടാണ് ഉപ്പേരി. എത്രയൊക്കെ അതുണ്ടെങ്കിൽ വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. കൂട്ടൊക്കെ പയർപ്പേരി ചിലർ വെക്കും, ചിലർ വെക്കുക. പക്ഷേ അത് വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്.
അപ്പോൾ അത് ഇവിടെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വെള്ളം ഉണ്ടാക്കാൻ പോകുക. ചുക്കുവെള്ളം എന്ന് പറഞ്ഞാൽ ചക്കര വെള്ളം. ഞങ്ങൾക്ക് തേങ്ങാച്ചോറിലേക്ക് ഒരു ശർക്കര വെള്ളം ഞങ്ങൾക്കൊരു ചോറ് കഴിഞ്ഞാൽ കുടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ലേശം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ലേശം തേങ്ങ ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് തേങ്ങ മതി ഇട്ട് കൊടുക്കുകയാണ്. എനിക്കൊരു ലേശം ചുക്ക് പൊടി പഠിപ്പിച്ചിട്ടുണ്ട്. ചുക്ക് പൊടി കുറച്ചേ വേണമല്ലോ. ചുക്ക് പൊടി കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലേശം ജീരകത്തിൻ്റെ പൊടി കുറച്ച് മതി ഉത്ത് കൊടുക്കും. ജീരകത്തിൻ്റെ പൊടി ഞാൻ 2 അച്ചി വെല്ലം ശർക്കര. വെല്ലം ഞങ്ങളത് വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര എന്ന് പറയും. വെല്ലം എടുക്കേണ്ടത് എടുക്കുന്നുണ്ട്. ഒരു 2.5 അച്ച് വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് തിളപ്പിച്ചിട്ടാണ് ശർക്കര വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു ഉള്ളി, ലേശം ഉള്ളി, ഒരു മണത്തെ ലേശം ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഇത്ര വേണ്ടുള്ളൂ. അപ്പോൾ അതൊന്ന് തിളച്ച് അടുപ്പത്ത് ഞാൻ ചോറ് വയ്ക്കാൻ പോവുകയാണ്. നല്ല അച്ചാറാൻ്റെ ബീഫും കുമ്പളങ്ങി കറി വെച്ചതുണ്ട്, പയറും കൂട്ടിപ്പേരുണ്ട്, നല്ല അടിപൊളി മാങ്ങച്ചാറുണ്ട്, പപ്പടമുണ്ട്, നല്ല ശർക്കര വെള്ളമുണ്ട്, പച്ചവെള്ളമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് വയ്ക്കാനായിട്ട്. തേങ്ങാച്ചോറാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. നല്ല രസമാണ്. നല്ല സൂപ്പറാണ്. കഴിക്കണം. പപ്പടം അങ്ങനെ കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ കഴിച്ചാൽ എന്താ ടേസ്റ്റ്. കൊഞ്ഞാലും ഞാൻ മക്കളെ ഒരു രക്ഷയില്ല. നല്ല ചോറ് വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ തേങ്ങാച്ചോറ് കഴിക്കണമെങ്കിൽ അവർക്ക് വന്നോളി, ഞങ്ങൾ വീട്ടിലേക്ക് വന്നോളി. എന്നാൽ അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ് ഇന്ന് പോകാം.